കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അസറ്റ്, ലാബിലിറ്റി, ക്യാപിറ്റൽ, പിന്നെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, എൻറ്റിറ്റി കോൺസെപ്റ്റ് ഇതെല്ലാം മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് റവന്യൂസ്, എക്സ്പെൻസസ് ആൻഡ് നെറ്റ് ഇൻകം. അത്രയാണ്. റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂസ് ആർ ദി ഇൻഫ്ലോസ് ഓഫ് അസറ്റ്സ് ടു എ ബിസിനസ് ആസ് എ റിസൾട്ട് ഓഫ് products and services transferred by the business to its customers during a period of time. എന്ന് വെച്ചാൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ബിസിനസ്സിൽ സാധനങ്ങളും സേവനങ്ങളും ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് വരുന്ന ഇൻഫ്ലോസ്, ബിസിനസ്സിൽ വരുന്ന ഇൻഫ്ലോസ്, അതാണ് കാണിക്കുന്നത് റവന്യൂ. അതായത് ഒരു പീരിയഡിൽ ബിസിനസ്സിൽ വരുന്ന റവന്യൂ, വരുമാനം, അതാണ് ഈ റവന്യൂ. അത് ഒരു ടൈം പീരിയഡിൻ്റെ ഉള്ളിൽ ഗൂഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ വരുന്ന വരുമാനം. അപ്പോൾ അതിൽ രണ്ട് കാര്യമാണ് വരുന്നത്. ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിലാണ്, പിന്നെ ബിസിനസ് ട്രാൻസാക്ഷനെ കൊണ്ട് വരുന്നതാണ്. എന്ത് വരുന്നത്? ബിസിനസ്സിലേക്ക് വരുന്ന ഇൻഫ്ലോസ് ആണ്. ഇൻഫ്ലോസ് ഓഫ് അസറ്റ്സ്, അസറ്റിൻ്റെ ഇൻഫ്ലോ, അതായത് യഥാർത്ഥത്തിൽ വരുമാനം തന്നെയാണത്. ഓക്കെ, ഇനി നമ്മൾക്ക് പറയാം അടുത്തത്. അതിന് റവന്യൂസിന് എക്സാമ്പിൾ നോക്കാം നമുക്ക്. സെയിൽസ് കൊണ്ട് വരുന്ന റവന്യൂ, അതായത് നമ്മളിപ്പോൾ സാധനം വിൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണോ ബിസിനസ്സിലേക്ക് വരുന്ന റവന്യൂ, അതാണ്. അതായത് വരുമാനം വരുന്നുണ്ടല്ലോ. അതായത് ഇപ്പം നമ്മളിപ്പോൾ റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഗൂഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റവന്യൂ. പിന്നെ റവന്യൂ ഫ്രം റെൻഡറിങ് സർവീസസ്, സെയിൽസിൽ വരുന്ന റവന്യൂ, റെൻഡറിങ് സർവീസ്, അതായത് ഇപ്പം ഒരു ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് അല്ലേ. അതേപോലെ നമ്മളിപ്പോൾ ഒരു സ്ഥലം വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റെൻറ്റ് അല്ലേ, അതൊരു വരുമാനമാണ്. റെൻറ്റ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം കിട്ടി അല്ലേ. അതേപോലെ നമ്മളിപ്പോൾ ഒരു ലോൺ കൊടുത്തു, ആർക്കെങ്കിലും ബിസിനസ്സിൽ നിന്ന് ലോൺ കൊടുത്തു എന്ന് വെച്ചോളൂ. അപ്പോൾ ബിസിനസ്സിലേക്ക് ഒരു റവന്യൂ ഉണ്ടാവും. എന്ത്? ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഒരു റവന്യൂ ആയിരിക്കും. അതേപോലെ ഇനി എക്സ്പെൻസ് നോക്കാം. എക്സ്പെൻസസ് ആർ ദി ഔട്ട്ഫ്ലോസ്. ബിസിനസ്സിന് എന്താണോ പോകുന്നത് അതാണ് എക്സ്പെൻസ്. റവന്യൂ നമ്മൾ എന്താ കണ്ടത്? ബിസിനസ്സിലേക്ക് വരുന്നതാണ്. അപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരുന്നതാണ്, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് പോകുന്നതാണ്, ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ എക്സ്പെൻസസ് ആർ ദ ഔട്ട്ഫ്ലോസ് ഓഫ് അസറ്റ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ കണക്ഷൻ വിത്ത് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. പ്രോഡക്ട്സ് ആൻഡ് സർവീസിനു കണക്ട് ചെയ്തുകൊണ്ടുള്ള ഔട്ട്ഫ്ലോ ആണ്. എങ്ങനെ? ട്രാൻസ്ഫേർഡ് ബൈ ബിസിനസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിൽ കസ്റ്റമേഴ്സിന് ഗൂഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ വരുന്ന ചെലവ്, അതിനാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കാൻ വരുന്ന, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ വരുന്ന എക്സ്പെൻസ്. അതിന് എന്തൊക്കെ വരും?
എംപ്ലോയീസിന് വർക്കേഴ്സിന് സാലറി വേജ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടാവും. ഇപ്പോൾ ഒരു റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്ത് വെച്ച് അതിൻ്റെ പ്രോസസ്സിങ് നടക്കണം, പ്രൊഡക്ഷൻ നടക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന ബിൽഡിങ്ങിനോ മെഷീനറിക്കോ ഒക്കെ റെൻറ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ റെൻറ്റ്, സാലറി ഇതൊക്കെ എന്താണ് വരുന്നത്? ബിസിനസ്സിൽ നിന്ന് ചിലവ് വരുന്നതാണ്. അപ്പോൾ ഔട്ട്ഫ്ലോ ആണ്, ബിസിനസ്സിൽ നിന്നുള്ള ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ അതാണ് എക്സ്പെൻസ്. എക്സ്പെൻസസ് ആർ ഓപ്പോസിറ്റ് ഓഫ് റവന്യൂ. റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരുന്നതാണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ്, ബിസിനസ്സിൽ നിന്ന് പോകുന്നതാണ്. എ റവന്യൂ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റി. റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സ് ഇക്വിറ്റീനെ ഇൻക്രീസ് ചെയ്യിക്കുന്നതാണ്. വെറാസ് എന്ന് വെച്ചാൽ എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാലോ അതിനെ ഡിക്രീസ് ചെയ്യിക്കുന്നതാണ്. ഡിക്രീസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റിയാണ് എക്സ്പെൻസ്. എക്സ്പെൻസ് ഈസ് എ ഡിക്രീസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റി. അപ്പോൾ എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്നുള്ള ഔട്ട്ഫ്ലോ ആണ്. റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിലേക്കുള്ള ഇൻഫ്ലോ ആണ്. റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണേഴ്സ് ഇക്വിറ്റിയെ കൂട്ടും, ഇൻക്രീസ് ചെയ്യിക്കും. എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണേഴ്സ് ഇക്വിറ്റീനെ ഡിക്രീസ് ചെയ്യിക്കും. ഇതാണ് മെയിൻ പോയിന്റ്. ഇനി നോക്കൂ, നെറ്റ് ഇൻകം. നെറ്റ് ഇൻകം ഓർ നെറ്റ് പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ്. റവന്യൂ എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചത് റവന്യൂ എക്സ്പെൻസും പഠിച്ചു, നെറ്റ് ഇൻകവും പഠിച്ചു. നെറ്റ് ഇൻകം ഓർ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് ഇൻകം ഓർ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂസ് ആൻഡ് എക്സ്പെൻസ്. ഇനിയിപ്പോൾ ഈ റവന്യൂ എക്സ്പെൻസും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന്, അതായത് റെക്കോർഡ് ചെയ്യുമ്പോഴല്ലേ ഇപ്പോൾ റവന്യൂ ആണോ എക്സ്പെൻസ് ഇതൊക്കെ വേർതിരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു ടേമാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ആൻ അക്കൗണ്ട് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദി ഇഫക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ഓൺ അസറ്റ്സ്, ലിയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിൻ്റെ, അതായത് ബിസിനസ് സ്ഥാപനത്തിൻ്റെ അസറ്റ്സിലും ലിയബിലിറ്റീസിലും ക്യാപിറ്റലിലും വരുന്ന ഇഫക്റ്റ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അക്കൗണ്ട്. ആൻ അക്കൗണ്ട് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദി ഇഫക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻസിൻ്റെ ഇഫക്റ്റ് റെക്കോർഡ് ചെയ്യാണ് അക്കൗണ്ട്. ഒന്നുകൂടെ പറയാം. ആൻ അക്കൗണ്ട് ഈസ് എ ഡിവൈസ് used to record the effects of transactions on asset, liabilities and capital of an enterprise. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അസറ്റിലും ലിയബിലിറ്റിയിലും ക്യാപിറ്റലിലും വരുന്ന ഇഫക്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസാണ് അക്കൗണ്ട്. ഇനി നോക്കൂ, 3 ടൈപ്പ് അക്കൗണ്ട് മെയിനായിട്ടുണ്ട്. റിയൽ, നോമിനൽ ആൻഡ് പേഴ്സണൽ. 3 ടൈപ്പ് അക്കൗണ്ടാണുള്ളത്. ഒന്നാമത്തേത് റിയൽ അക്കൗണ്ട്. ദീസ് ആർ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ഓർ പ്രോപ്പർട്ടീസ്. അസറ്റ്സിൻ്റെയും പ്രോപ്പർട്ടീസിൻ്റെയും അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. അതായത് അസറ്റ് നമുക്കറിയാലോ, ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, ഫിറ്റിങ്സ് അങ്ങനെ ഒക്കെ ഉണ്ട് അല്ലേ. അതൊക്കെ നമ്മുടെ അസറ്റല്ലേ. ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അസറ്റാണ്, ബിൽഡിംഗ് അസറ്റാണ്. അങ്ങനെയുള്ള ഇതൊക്കെ അതൊക്കെ
പെടുന്നതാണ് റിയൽ അക്കൗണ്ടിൽ. ദി റിയൽ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ഓർ പ്രോപ്പർട്ടീസ്. ഇനി നോക്കൂ, അസറ്റ്സ് മേ ബി ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. ടാഞ്ചിബിൾ കാണാൻ പറ്റുന്നത്, ഇൻടാഞ്ചിബിൾ കാണാൻ പറ്റില്ല. ഇൻടാഞ്ചിബിൾ അസറ്റ്, അതായത് നമുക്ക് ലാൻഡ് കാണാൻ പറ്റും, ലാൻഡ്, മെഷീനറി, ബിൽഡിംഗ്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റാത്ത ഒന്നുണ്ട്, ഇൻടാഞ്ചിബിൾ. നമുക്ക് ഇപ്പോൾ നോക്കാം, ഗുഡ് വിൽ, അതായത് സൽപ്പേര്, ഒരു ബിസിനസ്സിൻ്റെ സൽപ്പേര്, അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. സൽപ്പേര് എന്താ, കാലാകാലങ്ങളായിട്ട് നല്ല ട്രാൻസാക്ഷൻ കൊടുക്കുന്ന കൊണ്ട്, അല്ലെങ്കിൽ നല്ല സർവീസ് കൊടുക്കുന്നത് കൊണ്ട് ജനങ്ങളിൽ ഉള്ള ഒരു സൽപ്പേര്, അതാണ് നമ്മളെ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ്, അത് ഒരു അസറ്റാണ്. നല്ല ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു സ്ഥാപനത്തിൽ ചെന്നാൽ നല്ല ഒരു സർവീസ് കിട്ടും എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ആ ബിസിനസ് സ്ഥാപനത്തെ സമീപിക്കും. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല, അത് കാലങ്ങളായിട്ടുള്ള ഗുഡ് എൻട്രിയാണത്. അതൊക്കെ പെടുന്നത് റിയൽ അക്കൗണ്ടിലാണ്. അപ്പോൾ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ട്രാൻസാക്ഷൻസ് ഓഫ് അസറ്റ്സ് ഓർ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ ഗുഡ് വിൽ ഒരു അസറ്റാണ് കേട്ടോ. ഇനി നോക്കും, നെക്സ്റ്റ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് റിലേറ്റ്സ് ടു എക്സ്പെൻസ് സച്ച് ആസ് വേജ്, സാലറി, റെൻറ്റ് എക്സെട്ര. എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആൻഡ് ഗെയിൻസ്, വരുമാനമായിട്ട് ബന്ധപ്പെട്ടാണ്. സച്ച് ആസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ ഏൺഡ് എക്സെട്ര. അതായത് നോമിനൽ അഥവാ ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസും ഗെയിനും ആയിട്ട് ബന്ധപ്പെട്ടാണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചിലവ് വരുന്നല്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് നേരത്തെ നമ്മൾ പഠിച്ചു, എക്സ്പെൻസ് റവന്യൂ അല്ലേ. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ഔട്ട്ഫ്ലോ ആണ്. റവന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലോ ആണ്. അതേപോലെ സാലറി, വേജ് ഒക്കെ കൊടുക്കുന്നത് എക്സ്പെൻസാണ്. അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ഈ നോമിനൽ ഓർ ഫിക്റ്റീഷ്യസ് അക്കൗണ്ടിലാണ്. അതേപോലെ ഗെയിൻസ്, അതായത് ഇൻകംസ് സച്ച് ആസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് കിട്ടുന്നത്, അതുപോലെ കമ്മീഷൻ ഏൺഡ്, കമ്മീഷൻ ഏൺ ചെയ്യുന്നത്, അതൊക്കെ ഒരു ഗെയിൻ ആണ്, വരുമാനമാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള അക്കൗണ്ടാണ് നോമിനൽ ഓർ ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്സ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ, ആ നെയിം പോലെ തന്നെ പേഴ്സണലാണത്. ദീസ് ആർ അക്കൗണ്ട്സ് ഇൻ ദി നെയിംസ് ഓഫ് പേഴ്സൺസ്, ഫേംസ് ഓർ കമ്പനീസ്. അപ്പോൾ പേഴ്സൻ്റെയോ ഫേംസിൻ്റെയോ കമ്പനീസിൻ്റെയോ പേരിൽ വരുന്ന അക്കൗണ്ടാണ്. അതായത് പേഴ്സണലാണ്. നമ്മൾ അതിൻ്റെ പേഴ്സണലാണെന്ന് പറയും, പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ എന്താണ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട്. എങ്ങനെ വ്യക്തിപരമാണ്? കമ്പനിയുടെ പേരിൽ, അല്ലെങ്കിൽ ഫേമിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വ്യക്തിയുടെ പേരിൽ, അങ്ങനെയുള്ള പേഴ്സണൽ അക്കൗണ്ട്. എ പേഴ്സണൽ അക്കൗണ്ട് മേ ബി എ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓർ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ഇപ്പോൾ കടക്കാരന്, അതായത് നമ്മളിപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും ഉണ്ടാവും. അപ്പോൾ ആർക്ക് കൊടുക്കണം, ആരിൽ നിന്ന് കിട്ടണം, അതൊക്കെ വ്യക്തിപരമായിട്ടുള്ളതാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് കിട്ടാനുള്ളതായിരിക്കാം, ഒരു ബിസിനസ് സ്ഥാപനത്തിന് കൊടുക്കാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സണ് കൊടുക്കാനുള്ളതായിരിക്കാം, ഒരു പേഴ്സണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കിട്ടാനുള്ളതായിരിക്കാം.
അപ്പോൾ ഇങ്ങനെ ഉള്ള ഇതൊക്കെയാണ് പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ നമ്മളിന്ന് അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കി. An account is a device used to record business transactions. The effect of business transactions on assets, liabilities, capital of an enterprise എന്ന് മനസ്സിലാക്കി. ഇനി ഏതൊക്കെ അക്കൗണ്ട്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. റിയൽ, നോമിനൽ, പേഴ്സണൽ. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ഓർ പ്രോപ്പർട്ടീസ് ആണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്യുന്നത് എക്സ്പെൻസും ഗെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെയിംസ് ഓഫ് പേഴ്സൺസ്, ഫേംസ്, കമ്പനീസ് അതുമായിട്ട് ആളുകളുടെ സ്ഥാപനത്തിൻ്റെ ഒക്കെ പേരിലും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സച്ച് ആസ് ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് എക്സെട്ര. ഓക്കെ, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂൾസ്. അതായത് നമ്മളൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ മണി വാല്യൂവിൽ മൂല്യം നിജപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗൂഡ്സ് ഓർ സർവീസസ്. ഗൂഡ്സ് ഓർ സർവീസ് അതിൻ്റെ വാങ്ങലോ വിൽക്കലോ ആണ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ മണി വാല്യൂവിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷനാണ് ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ ആകുമ്പോൾ ഏത് ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും. ബിസിനസ് ട്രാൻസാക്ഷൻ ആകുന്ന സമയത്ത് ക്യാഷ് വരുന്നു, ക്യാഷ് പോകുന്നു, അതുപോലെ ആരിൽ നിന്ന് കിട്ടണം, ആർക്ക് കൊടുക്കണം, വരവാണോ ചിലവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ട്രാൻസാക്ഷനിൽ ഇങ്ങനെ രണ്ട് ആസ്പെക്റ്റ് വരും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സാധനം മേടിക്കുക എന്ന് വെച്ചോളൂ. ഗൂഡ്സ് മേടിക്കുന്ന സമയത്ത് ഗൂഡ്സ് ബിസിനസ്സിലേക്ക് വന്നു, ക്യാഷ് കൊടുത്തു. അപ്പോൾ അവിടെ രണ്ട് ആസ്പെക്റ്റ് വന്നു. അങ്ങനെ രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും ഏത് ഒരു ട്രാൻസാക്ഷനും, വരുന്നതും പോകുന്നതും, ബിസിനസ്സിലേക്ക് വരുന്നതും ബിസിനസ്സിൽ നിന്ന് പോകുന്നതും. അങ്ങനെ അപ്പോൾ നമുക്ക് അതിൻ്റെ നിയമങ്ങൾ ആണ് പഠിക്കാനുള്ളത്. ഇനി 3 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, കൈൻഡ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി ഈ 3 കൈൻഡ്സ് ഓഫ് അക്കൗണ്ട്സിലും നമുക്ക് ഇതുപോലെ ഈ ഡുവൽ ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂൾസ് പഠിക്കാനുണ്ട്. നോക്കാം. ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് റിയൽ അക്കൗണ്ടിൻ്റെ റൂൾസാണ് ഓർ പ്രിൻസിപ്പിളാണ്. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അസറ്റും പ്രോപ്പർട്ടിയും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അസറ്റ് ബിസിനസ്സിലേക്ക് വരുന്നത് അല്ലേ, എന്തോ വരുന്നതോ പോകുന്നതോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റിയൽ അക്കൗണ്ടിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, എന്താണോ ബിസിനസ്സിലേക്ക് വരുന്നത് അത് ഡെബിറ്റ് ചെയ്യുക. ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ബിസിനസ്സിൽ നിന്ന് എന്താണോ പോകുന്നത് അത് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താണോ ബിസിനസ്സിലേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക, ബിസിനസ്സിലേക്ക് പോകുന്നത് എന്താണോ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോമിനൽ അക്കൗണ്ടിൻ്റെ നോമിനൽ എന്ത് പറഞ്ഞു, നമ്മൾ എക്സ്പെൻസും ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് ബിസിനസ് ചിലവ് നടത്തുമല്ലോ, അതേപോലെ തന്നെ ബിസിനസ്സിലേക്ക് വരുമാനം വരുന്നതും ഉണ്ടാവും. അപ്പോൾ ഡെബിറ്റ് ആൾ എക്സ്പെൻസസ് ഓർ ലോസസ്, എല്ലാ എക്സ്പെൻസിനെയും ലോസിനെയും ഡെബിറ്റ് ചെയ്യണം. ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ഓർ ഗെയിൻസ്, എല്ലാ ഇൻകംസിനെയും ഗെയിൻസിനെയും
ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യുക. ഗെയിൻസ് അഥവാ വരുമാനം വന്നു കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. അതാണ് നോമിനൽ അക്കൗണ്ടിൻ്റെ പ്രിൻസിപ്പിൾ അഥവാ റൂൾ. അടുത്തത് നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂളാണ് നോക്കുന്നത്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനം വ്യക്തികളും, അതായത് ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് അങ്ങനെയുള്ള ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഡെബിറ്റ് ദ റിസീവർ, ആരാണോ റിസീവ് ചെയ്യുന്നത് അവരെ ഡെബിറ്റ് ചെയ്യുക. ചിലപ്പോൾ അത് വ്യക്തി ആയിരിക്കാം, ബിസിനസ് സ്ഥാപനമായിരിക്കാം. ആൻഡ് ക്രെഡിറ്റ് ദി ഗിവർ, ആരാണോ നൽകുന്നത്, ഗിവർ ആരാണോ അവരെ ക്രെഡിറ്റ് ചെയ്യുക. ഇതാണ് 3 റൂൾസ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതങ്ങോട്ട് ഉറച്ച് കിട്ടി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. 3 അക്കൗണ്ട്സ്, ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ കൈൻഡ്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ പ്രിൻസിപ്പിൾസ് അഥവാ റൂൾസ്. ഫസ്റ്റ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അത് റിയൽ അക്കൗണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോമിനൽ അക്കൗണ്ട്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഓർ ലോസസ് ആൻഡ് ക്രെഡിറ്റ് ആൾ ഇൻകംസ് ഓർ ഗെയിൻസ്. അടുത്തത് പേഴ്സണൽ അക്കൗണ്ട്, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ആൾ.